ഇന്നലെ രാത്രിയിൽ ലൈവിൽ അർജുൻ പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണെന്നാണ് നമ്മുടെ ശ്രീതു ചോദിച്ചപ്പോൾ പറഞ്ഞത്. ശ്രീതു ചോദിക്കുന്നുണ്ട്, വാഷ്റൂം ഏരിയയിൽ ഇരുന്നിട്ട് അർജുനും ശ്രീതുവും തമ്മിൽ സംസാരിക്കുകയാണ്. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ, നീ പറയുന്നു പലതവണ ശ്രീതു ചോദിക്കുന്നുണ്ട്. അർജുൻ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ അർജുനിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാൻ ശ്രീതു ആഗ്രഹിക്കുന്നതാകാം. എന്തായാലും അർജുൻ പക്ഷേ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവോയ്ഡ് ചെയ്തിട്ടോ ഇഗ്നോർ ചെയ്തു പോകുന്നതായിട്ടോ തോന്നാറുമുണ്ട്. ഇന്നലെ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട്, അർജുൻ്റെ ഇമോഷൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും. പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണോ, ഇമോഷണലി വീക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വീക്കാവണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, പക്ഷേ വീക്കാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം അടുത്തിരുന്ന് സംസാരിച്ചിട്ട് തന്നെ അർജുൻ ഉറങ്ങാനായിട്ട് പോകുന്നു. പുറകെ തന്നെ ശ്രീതു പോകുന്നു. അർജുൻ റൂമിൽ പോയിട്ട് കുറേ ടിഷ്യൂസൊക്കെ എടുത്ത് കൈവച്ചുകൊണ്ടാണ് പോയി കിടക്കുന്നത്. അപ്പോൾ ഒരു ടിഷ്യൂ ബോക്സ് തന്നെ എടുത്തുകൊണ്ട് അടുത്ത് ശ്രീതു വെച്ച് കൊടുക്കുന്നു. ശ്രീതു വീണ്ടും അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അർജുന് എവിടെയോ പിന്നിലേക്ക് വലിക്കുന്ന ഘടകങ്ങൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ അർജുൻ ഇപ്പോൾ പറയുമെന്നാണോ ശ്രീതു കരുതുന്നത് എന്ന് പലപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടോ, നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്നുള്ള ശ്രീതുവിൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ രണ്ട് രീതി ചോദിക്കുന്നുണ്ട്. ഒന്ന്, അർജുൻ്റെ വിഷമങ്ങളെക്കുറിച്ച് തുറന്നു പറയാനായിട്ട് ചോദിക്കുന്നുണ്ട്, അർജുൻ പറയുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് അല്ലാതെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ. അപ്പോഴും അർജുന് ഒന്നും പറയാനില്ല, ഒരു ചിരി മാത്രമേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.